അപ്പോൾ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈൽ. നമ്മൾ വൈൻ ഉണ്ടാക്കുകയാണ്. വൈന് പല പ്രാവശ്യം നമ്മൾ വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ അടുത്ത് നമ്മൾ ബനാന വൈൻ ഉണ്ടാക്കി. നമ്മളൊരു മിക്സ് ഫ്രൂട്ട്സ് വൈൻ ഉണ്ടാക്കണം. വൈന് ജാമ് അല്ലെങ്കിൽ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു വേറെ ഉദ്ദേശമാണ്. അതായത് നാട്ടിൽ വേസ്റ്റ് ആവുന്ന ഫ്രൂട്ട്സ്, പച്ചക്കറികളൊക്കെ നമ്മൾ ഇങ്ങനെ പ്രിസർവ് ചെയ്യാം, നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സീസണൽ ഫ്രൂട്ട്സ് നമ്മുടെ അവിടെ ഒത്തിരി ഉണ്ട്. മാങ്ങ, അതുപോലെ ലൂബിക്ക ഇരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു അറിയാത്തവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാനും കൂടിയാണ് നമ്മൾ ഈ വൈനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വൈന് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനുള്ളൊരു മാർഗ്ഗമാണ്. അല്ലെങ്കിൽ നമുക്ക് ജാം ഉണ്ടാക്കി വയ്ക്കാം, വീട്ടിൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്. ഇതിപ്പോൾ ന്യൂ ഇയറാണ് വരുന്നത്. ന്യൂ ഇയറിന് നിങ്ങൾക്ക് വൈൻ ഉപയോഗിക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന വൈൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉദ്ദേശത്തോടു കൂടിയാണ്. ഇപ്പോൾ ജാമ് ആയാലും ഈ ഉദ്ദേശമാണ്. അതായത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക, പ്രിസർവ് ചെയ്ത് വയ്ക്കുക എന്നുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് മുന്തിരി സീസണായി, ഇപ്പോൾ വില കുറഞ്ഞു, അപ്പോൾ സീസണൽ ഫ്രൂട്ട്സ് ഏതാണോ അത് നമ്മൾ വാങ്ങി വയ്ക്കുക. ഞാനെന്താ വെച്ചാൽ മാർക്കറ്റിൽ പോയിട്ട് ഈ കൊഴിഞ്ഞ് വീണ മുന്തിരിയൊക്കെ എടുക്കും. അത് നന്നായിട്ട് വാഷ് ചെയ്യണം. നിങ്ങൾ ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് പ്രത്യേകം നമുക്ക് വീട്ടിൽ അവൈലബിളായ കാര്യങ്ങൾ, ശുദ്ധമായ വെള്ളത്തിൽ നല്ല ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വയ്ക്കണം. നമ്മൾ വേറെ ഒരു പ്രിസർവേറ്റീവും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ, വൈനല്ലേ. അത് ജാമായാലും നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാവുന്ന ഒത്തിരി ബൾക്ക് ക്വാണ്ടിറ്റില്ല. നമുക്ക് പരമാവധി വേസ്റ്റ് ആവുന്ന ഫ്രൂട്ട്സ് നാശാനം ഉപയോഗിക്കാതെ സൂക്ഷിച്ച് വയ്ക്കാനുള്ള ഒരു മാർഗ്ഗം കൂടിയാണ് നമ്മൾ വൈനൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലൂബിക്ക ഇവിടെ ഉണ്ട്. ലൂബിക്ക കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രേപ്സ്, സീസണിലെ ഫ്രൂട്ട്സായി. അതുപോലെ നമ്മൾ ഇവിടെ പൈനാപ്പിൾ ഉണ്ട്, അതുപോലെ പപ്പായ ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ എന്താണോ സീസണൽ ഫ്രൂട്ട്സ് ഉണ്ടാണ് അത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗം. ഇപ്പോൾ ചക്കകാലാണെങ്കിൽ നമുക്ക് ചക്ക വൈൻ ഉണ്ടാക്കാം, ചക്ക നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് വറുത്ത് വയ്ക്കാം, അതുപോലെ ചക്ക ജാം ഉണ്ടാക്കാം, വരട്ടി വയ്ക്കാം. ഇതെല്ലാം നമ്മുടെ ചാനലിലുണ്ട്, തീർച്ചയായും നിങ്ങളൊന്ന് കാണണം. മറ്റുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ഐറ്റങ്ങളുണ്ട്, കൂടുതൽ ഐറ്റങ്ങളുണ്ട് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളൊരു മൊത്തം 3 കിലോ ഫ്രൂട്ട്സാണ് ഉപയോഗിക്കുന്നത്. 3 കിലോ ഫ്രൂട്ട്സിൽ ഗ്രേപ്സ് ഉണ്ട്, നമുക്ക് 4 കിലോ ഗ്രേപ്സ് ഉണ്ട്. നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. അതുപോലെ ഇതാ നമ്മുടെ കയ്യിൽ ലൂബിക്ക. അപ്പോൾ ഷുഗർ എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ ഫ്രൂട്ട്സ് എടുക്കുന്നത് അതിൻ്റെ ഹാഫ് നമ്മൾ ഷുഗറോട് ചേർക്കണമുള്ളൂ. ഹാഫ് ഷുഗർ ചേർക്കാം. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഫ്രൂട്ട്സ് ഈ ഗ്രേപ്സിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജാഗറി, നമ്മുടെ ശർക്കര ട്രൈ ചെയ്യാവുന്നതാണ്. ശർക്കര ട്രൈ ചെയ്താൽ ഷുഗറിൻ്റെ അംശം കുറയൊന്നുമില്ല. നമുക്ക് തെറ്റിദ്ധാരണ വേണ്ട, ഷുഗറിൻ്റെ അംശം കുറയൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഫൈബർ ഉണ്ടാവും, കൂടുതൽ പൊട്ടാസ്യം, അതുപോലെ മഗ്നീഷ്യം പോലുള്ള സാധനങ്ങൾ ശർക്കരയുണ്ട്. അൺക്ലാരിഫൈഡ് ഷുഗറാണ് കേട്ടോ. ഇത് നമ്മൾ ക്ലാരിഫൈ ചെയ്താണ് നമ്മുടെ ഈ ഷുഗർ. അത്ര ഒരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ നമ്മൾ ചേർക്കുന്ന ഫ്രൂട്ട്സ് അതിൻ്റെ ഒരു 1 കിലോനാണെങ്കിൽ നമ്മൾ ഒരു 600 ml വാട്ടറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അതിൻ്റെ റെസിപ്പി അങ്ങനെയാണ്. ഫ്ലേവറിന് വേണ്ടി നമ്മൾ നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതാണ് ഉപയോഗിക്കുന്നത്. പൊടിച്ച് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ക്രഷ് ചെയ്തിടുക. അതുപോലെ നമ്മൾ ഈസ്റ്റ് ചേർക്കണില്ല കേട്ടോ. ഈസ്റ്റിന് പകരം നമ്മൾ ഫെർമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നടക്കാനും നല്ല ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഗോതമ്പ്, ഏതെങ്കിലും ധാന്യം നിങ്ങൾ ഉപയോഗിച്ചാൽ, അവിടെ ഗോതമ്പാണ് ഉപയോഗിച്ചത്, ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മളൊന്ന് 2 ദിവസം വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ആക്കാം. പരമാവധി ഫ്രൂട്ട്സ് ഒന്ന് ഉടയ്ക്കണം. അതായത് ഓവർ പഴുപ്പായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഗ്രേപ്സ് ഇവിടെ റെഡിയാണ്. ഇവിടെ നമ്മുടെ ഷുഗർ റെഡിയാണ്. 2 കിലോ ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 5 കിലോ എന്നാണ് കണക്കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ 10 ലിറ്ററിൻ്റെ ഭരണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 10 ലിറ്ററിൻ്റെ ഭരണി. നമ്മൾ ഭരണി ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഭരണി. അപ്പോൾ ഈ ഭരണിയിലാണ് നമ്മളുണ്ട്. ഭരണിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മസ്കിൻ ക്ലോത്ത് വെച്ച് കവർ ചെയ്യണം എന്നുള്ളതാണ്. അത് എയർ പോകുമ്പോൾ വേണം, അത് ഫെർമെൻ്റ് ആകുമ്പോൾ എയർ പോകണം. അതേസമയം മറ്റുള്ള ചെറിയ ചെറിയ കീടങ്ങൾ അകത്ത് കയറാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്കെല്ലാം മിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ പൈനാപ്പിൾ ഉണ്ട്, നമുക്ക് ഇതിൽ പേരയ്ക്ക, പപ്പായ ഉണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു മിക്സ് ഫ്രൂട്ട് വൈനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി മിക്സ് ചെയ്യാം. ഗ്രേപ്സ് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് വൈൻ ഗ്രേപ്സ് നമ്മൾ തിരഞ്ഞെടുത്താൽ നല്ലതാണ്. അപ്പം നല്ല കളറൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ബീട്രൂട്ടൊക്കെ കളറിന് വേണ്ടി ചേർക്കാം. ഞാൻ അവിടെ ഒന്നും ചേർക്കണില്ല. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചേർക്കണ്ട. അത്ര റിസ്ക് ഉള്ളൊരു കാര്യമൊന്നുമല്ല. ഇത് ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് അതിൽ ഇത്തിരി ഷുഗർ ഇട്ട് വെച്ചാൽ വൈനായിരിക്കും. ഷുഗറൊക്കെ അളന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. ലൂബിക്ക റെഡിയാണ്. നമ്മുടെ ഗോതമ്പ്, നിങ്ങൾക്ക് നെല്ല് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. സ്ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാം പോകും. ഇത്
മസാല ഫ്ലേവറിന് വേണ്ടി. ഫ്രൂട്ട്സ്, മറ്റുള്ള ഫ്രൂട്ട്സുകൾ കേട്ടോ ലൂപിക്ക സാധാരണ കേട്ടോ. ഗ്രേപ്സ് കൂടി ഇടുകയാണ് കേട്ടോ. പല ദിവസങ്ങളായിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൂപിക്കുണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. കാരണം ഒരു ദിവസം നമുക്ക് കിട്ടില്ല, നമ്മൾ കയറി പൊട്ടിക്കുകയല്ല, നിലത്ത് വീഴുന്നതായാലും. അല്പം ഒത്തിരി ഓവർ പഴുപ്പായത് കൊണ്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഈ തരത്തിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ജാമുണ്ടാക്കാം. ജാമുണ്ടാക്കി നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ, നിങ്ങൾ തീർച്ചയായും ഒന്ന് ചെക്ക് ചെയ്യണേ. നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് മാഷ് ചെയ്യാം. നമ്മൾ ഈ പാത്രത്തിൽ ഒതുങ്ങില്ല, അപ്പോൾ ഞാൻ 2 പാത്രത്തിലായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർക്കണതിന് മുന്നേ നമ്മളൊന്ന് മാഷ് ചെയ്യണം കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങൾ കയ്യിൽ ഗ്ലൗസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടതിന് ശേഷം ഷുഗറും കൂടി നന്നായിട്ട് മാഷ് ചെയ്യുക കേട്ടോ. ഫ്രൂട്ട്സ് ഇങ്ങനെയാണ് മാഷ് ചെയ്യുക, അല്ലെങ്കിൽ മാഷർ ഉപയോഗിച്ച് ചെയ്യുക. വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നന്നായിട്ട് മാഷ് ചെയ്യുക, നന്നായിട്ട് ഉടഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ഡൈജസ്റ്റ് ആവും, പെട്ടെന്ന് ഫെർമെൻറ്റേഷൻ നടക്കും. കണ്ടോ ഗോതമ്പ് നമ്മൾ വറുത്തത് ഇനി ചേർക്കാം കേട്ടോ. നമ്മൾ 2 പാത്രത്തിലൂടെ മിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇടുമ്പോൾ അതിന് 10 ലിറ്ററിൽ കൊള്ളില്ല, കാരണം ഇനി വെള്ളം ചേർക്കണം. ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഭരണിയിൽ ചേർക്കാം കേട്ടോ. എല്ലാം ആയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ വാം വാട്ടർ എടുക്കണം പ്രത്യേകിച്ച്, അല്ലെങ്കിൽ വെള്ളം തണുപ്പിച്ച് ഒരു ചെറിയ ചൂടിലിടണം. ആ ചെറിയ ചൂടിൽ നടത്താൻ ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചൂട്, അതായത് ഒരു 35 ഡിഗ്രി ചൂടാണ് നമ്മൾ വാം വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് 1 ഗ്ലാസ് ചൂടുവെള്ളത്തിന് 2 ഗ്ലാസ് തണുത്ത വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. 1 കിലോ ഫ്രൂട്ട്സിന് നമ്മൾ ഒരു 600 ml വരെ നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ നമുക്കിനി വെള്ളം ചേർത്തിട്ട് ഇത് ഭരണിയിൽ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് മിക്സ് എന്ന് പറയാം വൈനിന് വേണ്ടി റെഡിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സിമ്പിളായിട്ടുള്ള ഒരു ഫുഡ് പ്രിസർവേഷൻ രീതി നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം മറക്കരുത്. ഇതുപോലെ നിരവധി ഐറ്റങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. പല ഐറ്റങ്ങളുണ്ട്, പ്രിസർവ് ചെയ്യുന്നതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് കുക്കിംഗ് ചാനൽ നിങ്ങൾ തീർച്ചയായും കണ്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കരുത്. താങ്ക് യു ടു എവരിബഡി. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കൈവശമുള്ള ഫ്രൂട്ട്സ് എന്താണോ അത് ഉപയോഗിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടത് ആവശ്യമില്ല. പഞ്ചസാര മാത്രം വാങ്ങിയാൽ മതി. മറ്റുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയും ഈസിയായ മെത്തേഡായിട്ട് നമുക്ക് ഇത് എടുക്കണം. ഭരണി ഉണ്ട് കേട്ടോ, ഭരണിയിൽ നമ്മൾ ഒഴിച്ച് വയ്ക്കുക, എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ എത്ര ചേരും നമുക്കറിയാമല്ലോ. ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഭരണി ക്ലോസ് ചെയ്തു. ഈ ഭരണിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഭരണിയായാലും പ്ലാസ്റ്റിക് ആയാലും ഓക്കെ, പക്ഷേ ഫെർമെൻ്റ് അടക്കണം എല്ലാ സാധനങ്ങളും എപ്പോഴും ഭരണി പോലുള്ള ക്ലേ പോട്ട് അല്ലെങ്കിൽ ചില്ലിൻ്റെ ആണ് ഏറ്റവും ബെറ്റർ. പഴയ കാലത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന അതേ സിസ്റ്റം നമുക്ക് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ പണ്ട് വൈനൊക്കെ ഇട്ടിരുന്നത് തടിയിലായിരുന്നു. യൂറോപ്യൻസ് തടി ഉപയോഗിച്ചിരുന്നു. എപ്പോഴും നല്ലത് അതാണ്, ഫെർമെൻറ്റേഷൻ നടക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.